ഹലോ, എല്ലാവർക്കും ആയിഷാസ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ മക്കളുടെ സ്കൂളിൽ ഗ്രാൻഡായിട്ടുള്ളൊരു പ്രോഗ്രാം നടന്നിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും ഒക്കെയാണ് കേട്ടോ ഇന്നത്തെ ഈ വ്ളോഗിലുള്ളത്. അതുകൂടാണ്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ പ്രിപ്പറേഷൻസ് നമ്മൾ ചെയ്തു എന്നുള്ളതും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ 4 മക്കളും പഠിക്കുന്നത് ഈ ഒരു സ്കൂളിൽ തന്നെയാട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ എക്സിബിഷന് വേണ്ടിയിട്ടും പല കാര്യങ്ങളും ഉണ്ടാക്കുകയൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിലും അത്യാവശ്യം നല്ലൊരു തിരക്ക് തന്നെയാണ് കേട്ടോ ഈ ഒരു എക്സിബിഷനോടനുബന്ധിച്ചുള്ള കുറച്ച് ദിവസങ്ങളിൽ. അപ്പോൾ അതിന് ആ ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ മൂത്ത മോൻ, അതായത് മുത്തുക്കൂട്ടൻ ഉണ്ടാക്കിയിരിക്കുന്നതാണ് കേട്ടോ. ഇത് ഹോളോഗ്രാം ആണ്. ഇത് എക്സിബിഷന് വേണ്ടിയിട്ട് അവൻ ഉണ്ടാക്കിയിരിക്കുന്നതാണ് കേട്ടോ. പൊന്നുകുട്ടിയെ ഒരു സോളാർ സിസ്റ്റമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇവളിത് ഉണ്ടാക്കിയത് എനിക്ക് ഭയങ്കര അതിശയമായിട്ട് തോന്നിട്ടോ. കാരണം അവൾ ചെറുതായിട്ട് പോലും അവളൊരു പേപ്പർ ഇങ്ങനെ ഇങ്ങനെ വെള്ളത്തിലിട്ട് കുഴച്ച് കുറേ ഉണ്ടകളൊക്കെ ഉണ്ടാക്കി കുറേ ദിവസമായിട്ട് അവളത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എന്നിട്ട് കളറൊക്കെ ഞാൻ ചെയ്തു കൊടുത്തു കേട്ടോ. കളറ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ വട്ടമൊക്കെ വരച്ച് കൊടുത്തത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുത്തു. ബാക്കിയുള്ളതൊക്കെ പൊന്നുകുട്ടിയുടെ പരിപാടികളാണ് കേട്ടോ ഇതൊക്കെ. പക്ഷെ എന്നാലും അവൾക്ക് അവൾ ആ ബോൾസൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല സ്ട്രോങ് ആണ്. അത് പേപ്പറാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല സ്ട്രോങ് ആണ്. അപ്പോൾ അതുപോലെയൊക്കെ ഉണ്ടാക്കി വെച്ചതിനൊക്കെ ഭയങ്കര അതിശയമായിട്ട് തോന്നിട്ടോ. പിന്നെ ഇത് ഉണ്ടാക്കിയ ദിവസങ്ങളിലൊക്കെ ഇവരെ ഓട്ടോയിലാണ് കേട്ടോ പറഞ്ഞു വിട്ടത്. സ്കൂൾ ബസ്സിൽ ഈ വക സാധനങ്ങളൊക്കെ കൊണ്ട് എങ്ങനെയാണ് സ്കൂൾ ബസ്സിൽ പോകണേ. അപ്പോൾ അത് കാരണമുണ്ട് ഓട്ടോയിൽ പറഞ്ഞു വിടുകയാണ് കേട്ടോ ചെയ്തത്. ആ ഒരു എക്സിബിഷൻ്റെ 2-3 ദിവസം മുമ്പ് തൊട്ടേ അവരൊക്കെ അവിടെ സെറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് മുമ്പ് നമ്മളിത് കൊടുത്തു വിട്ടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ പേപ്പർ. ഇവളിത് വെള്ളത്തിലിട്ട് കുതിർത്തി കുഴച്ച് അത് കഴിഞ്ഞിട്ട് പശയൊക്കെ വെച്ച് തേച്ച് ഒട്ടിച്ചിട്ടൊക്കെയാണ് കേട്ടോ ഈ ഒരു ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തത്. ഇങ്ങനെ പേപ്പർ വെച്ച് ഈ ഉണ്ടാക്കിയെടുക്കുന്നതിന് പറയുന്നത് പേപ്പർ മാഷയെന്നാണ് കേട്ടോ പറയണത്. പിന്നെ അതുപോലെ ഇവളിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്തോ ക്രിസ്മസ് പാപ്പനെ ഏറ്റവും ഉണ്ടാക്കണേ അതാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ അതിൻ്റെ തലേ ദിവസം, അതായത് എക്സിബിഷൻ നടന്നതിന് തലേ ദിവസം നമ്മൾ പാരൻസൊക്കെ കൂടി ഫുഡ് ഫെസ്റ്റിനായിട്ട് വേണ്ടിയിട്ടുള്ള ഒരു ഫുഡും ഉണ്ടാക്കി കൊടുക്കണത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞത് കട്ട്ലേറ്റ് ആയിരുന്നു കേട്ടോ. ബീഫിൻ്റെ എന്തെങ്കിലും ഐറ്റംസ് അങ്ങനെയാണ് ഉദ്ദേശിച്ചിരുന്നത് വെച്ചാൽ. അപ്പോൾ കട്ട്ലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ഇറച്ചിയൊക്കെ കൊടുന്നു വരും. അപ്പോൾ അവിടെ അവർ കൊടുത്തു തന്നു കേട്ടോ. ഈ ദിവസങ്ങളിലൊന്നും ഇക്ക ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇക്കാക്ക് ഇത് മിസ്സായി പോയിട്ടുണ്ട്. തലേ ദിവസം രാത്രിയിൽ ഇരുന്നിട്ടാണ് കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത്. കട്ട്ലേറ്റിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ ചാനലിൽ ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഐകാർഡിലും അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. കാരണം നമ്മളിതിപ്പോൾ ഓൾറെഡി ഈ വീഡിയോയുടെ ലെങ്ത്ത് ഒരുപാട് കൂടിപ്പോണുണ്ട്. എക്സിബിഷൻ അതുപോലെ അത് ഉൾക്കൊള്ളിക്കാണ്ടിരിക്കാൻ പറ്റില്ല. എന്നിട്ട് പോലും ഞാൻ അതിനകത്ത് നിന്ന് കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. കാരണം വീഡിയോയുടെ ലെങ്ത്ത് ഒരുപാട് കൂടണ്ടല്ലോ എന്ന് കരുതിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു റെസിപ്പി ഒന്നും ഇതിനകത്ത് ഉൾപ്പെടുത്താത്തത് കേട്ടോ. അപ്പോൾ ഞാനിത് കട്ട്ലേറ്റിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. അതായത് നമ്മൾ തലേ ദിവസം എല്ലാം ഉണ്ടാക്കി ഇങ്ങനെ വയ്ക്കണമുള്ളൂ കേട്ടോ. പിറ്റേ ദിവസമാണ് പൊരിച്ച് കൊടുത്തു വിടണം കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുന്നപ്പോൾ കുട്ടികളുടെ സ്കൂളിൽ നിന്നുള്ള മെസ്സേജസും അതുപോലെ നമ്മൾ കുറച്ചേരം ഫോൺ നോക്കണ സമയമാണല്ലോ രാത്രിയിൽ. അപ്പോൾ നോക്കിയപ്പോൾ പിള്ളേരിങ്ങനെ സ്കേറ്റിംഗ് ബോർഡും അതും ഇതൊക്കെ ഓടിച്ചു കൊടുത്തു. ഞാൻ ചുമ്മാ ഒന്ന് വീഡിയോ എടുത്ത് അവരെ അറിഞ്ഞിട്ട് പോലും ഇല്ല കേട്ടോ ഞാൻ വീഡിയോ എടുക്കണത്. Ladies and gentlemen, may I have your attention please? It's time for the final countdown. 3, 2, 1, പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ടീച്ചേഴ്സും കുട്ടികളൊക്കെ കൂടി ചെയ്ത ഒരു പ്രിപ്പറേഷൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ സ്കൂളിൽ നിന്ന് തന്നെ അയച്ചു തന്നതാണ് കേട്ടോ. ഇത് നല്ല പാട്ടൊക്കെ ഇട്ടിട്ടായിരുന്നു കേട്ടോ ഇത് അയച്ചു തന്നത്. പക്ഷേ നമുക്കിത് കോപ്പിറൈറ്റ് വന്നുകൊണ്ട് തന്നെ പാട്ടൊന്നും ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റില്ലല്ലോ. ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച ഈ ഒരു മാനേജ്മെൻറ്റ്, അതുപോലെ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള ടീച്ചേഴ്സ്, എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കേട്ടോ. കാരണം പിള്ളേർക്കാണെങ്കിലും ഇതൊരു ഭയങ്കര ഒരു വ്യത്യസ്തമായൊരു അനുഭവമായിരിക്കും കുട്ടികൾക്ക്. ഞാൻ ഈ ഓല മെടയണയൊക്കെ കുട്ടികൾ ഓല മെടയലും അതുപോലെ കുട്ടികൾ അടുത്തുള്ള ഇങ്ങനെ പറമ്പിൽ നിന്ന് ഇങ്ങനെ ഓലയൊക്കെ വെട്ടിക്കൊണ്ട് വന്നിട്ടൊക്കെ ചെയ്തതെന്നൊക്കെ പറഞ്ഞ് അവർ ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റോട് കൂടി ഇതൊക്കെ പറയും ഒക്കെ ചെയ്യണം. നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഇതിൻ്റെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒക്കെ ഭയങ്കര ഒരു രസത്തോടു കൂടി ഇവരത് പറയണം കേട്ടോ. പിന്നെ പിറ്റേന്ന്, അതായത് എക്സിബിഷൻ്റെ അന്ന് രാവിലെയാണ് കേട്ടോ നമ്മൾ കട്ട്ലേറ്റൊക്കെ എടുത്ത് പൊരിച്ച് കൊടുത്തു വിടുന്നത്. അപ്പോൾ കട്ട്ലേറ്റ് ഇതുപോലെ ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ കട്ട്ലേറ്റ് ഒന്നും ഒട്ടും പൊട്ടി പോവില്ല കേട്ടോ. ഇനി ഇത് ജസ്റ്റ് പൊരിച്ചെടുക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്നിട്ട് കൊടുത്തുവിടാം. അപ്പോൾ നമ്മുടെ പൂച്ചയൊക്കെ രാവിലെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. പൂച്ച രാവിലെ ഒന്ന് പാലൊക്കെ കുടിച്ചിട്ട് പോവുള്ളൂ. ഇതുപോലത്തെ ഒരു ചെറിയ കറിപ്പാത്രത്തിൻ്റെ മൂടി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു കട്ട്ലേറ്റ് ഷേപ്പ് ചെയ്ത് എടുത്തത്.
പിന്നെ ഇത് കുട്ടികളുടെ കൊടുത്തുകൂടാണ് ചെയ്യുന്നത്. കുട്ടികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തിനും അബ്ദുനും പൊന്നിനും മാത്രമാണ് സ്കൂൾ ബസ്സിൽ പോകണുള്ളൂ. മറ്റേ ഐമൂന് ഞാൻ പോകുമ്പോൾ എൻ്റെ കൂട്ടത്തിൽ തന്നെ കൊണ്ടുപോകാണ് കേട്ടോ ചെയ്യണത്. കാരണം ഇവർക്ക് സ്കൂൾ ബസ്സിൽ വലിയ കുട്ടികളെ മാത്രമാണ് ഇവർ കൊണ്ടുപോകണുള്ളൂ. അതായത് 4ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ മാത്രമാണ് ഇവർ സ്കൂൾ ബസ്സിൽ കൊണ്ടുപോകണുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് നമ്മുടെ കുഞ്ഞാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. മറ്റേ സ്കൂളിൽ പോകാനായിട്ട് ഇക്കക്കന്മാരുടെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് കുഞ്ഞാവ് റെഡി ആയിട്ടിരിക്കുകയാണ്. സ്കൂളിലെ പ്രോഗ്രാംസൊക്കെ കാണാം. പ്രോഗ്രാംസിൽ എക്സിബിഷൻ മാത്രമല്ല, അതിനകത്ത് ഫുഡ് ഫെസ്റ്റ് വരുന്നുണ്ട്, അതുപോലെ ഫ്ലാഷ് മോബ്, പിന്നെ കുതിര സവാരി, അതുപോലെ ഒട്ടകത്തിൻ്റെ സവാരി, അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എക്സിബിഷൻ്റെ വീഡിയോസിന് കുട്ടികളെയും കൂടി കാണിക്കുക കേട്ടോ. അതുപോലെ അവരുടെ അടുത്ത് ചുമ്മാ കണ്ടു പോകേണ്ട, അതൊക്കെ ഒന്ന് മനസ്സിലാക്കി കാണാൻ തന്നെ പറയുക കേട്ടോ. സൗണ്ട് കേൾക്കില്ല. നീ എന്നെ ഉണ്ടാക്കിയതാണ് അതൊക്കെ? എൻ്റെ പേരെന്നാ? ഷബീർ. അല്ലേ? തുറക്കുമ്പോൾ തന്നെ വെള്ളം വരുമോ? ഇവരുടെ ക്രിയേറ്റിവിറ്റിയൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളിയായിട്ട് എല്ലാം ചെയ്തിട്ടുണ്ട് എല്ലാവരും തന്നെ. ഈ സോളാർ സിസ്റ്റം തന്നെ പല രീതിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലൊരു വ്യത്യസ്തമായ രീതിയിൽ എല്ലാം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് ചാർട്ട് വർക്കുകളൊക്കെ നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്നൊരു ഓർമ്മ കിട്ടാൻ പാകത്തിന് തന്നെ ഒരുപാട് ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ഞാൻ കുറേ എണ്ണത്തിൻ്റെയൊക്കെ വീഡിയോ മീൻസ് കുറേ എണ്ണത്തിന് വീഡിയോ എടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒരുപാട് ലെങ്തി ആയി പോവുക. നമ്മൾ ഈ സത്യത്തിൽ ഇതെല്ലാം കുട്ടികളെയും കാണിച്ച് അതുപോലെ ഇതിൻ്റെ വർക്കുകളെല്ലാം കാണിക്കുന്നത് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. പക്ഷേ ഇതിൻ്റെ ആ ഒരു വീഡിയോയുടെ ലെങ്ത് ആലോചിക്കുമ്പോൾ എനിക്ക് ഇത് തന്നെ നിങ്ങൾ കാണുമെന്ന് ഡൗട്ടാണ്. പക്ഷേ മാക്സിമം കാണാൻ ശ്രമിക്കുക കേട്ടോ. പ്രത്യേകിച്ച് നിങ്ങൾ കുട്ടികളെ ഒന്ന് കാണിച്ചു കൊടുക്കുക. നിങ്ങൾ കണ്ടില്ലെങ്കിലും വീട്ടിലെ കുട്ടികളെ കാണിച്ചു കൊടുക്കുക. Air pollution, electrical waste, water pollution, land pollution, noise pollution. Ruslan Al-Hussein. ഈ സാധനം കയറുമ്പോൾ ഒരു വെള്ളച്ചാട്ടം പോലെ ചാടും. പിന്നെ നമുക്ക് വെള്ളം സേവ് ചെയ്യാറ്. പിന്നെ നമ്മൾ ഇവിടെ ചാടുമ്പോൾ അത് റീസൈക്കിൾ ഇത് നേരെ ഇങ്ങോട്ട് കയറുമ്പോൾ ഇവിടെ ഫുള്ളാകുമ്പോൾ ഇതിവിടെ ചാടും. അത് വീണ്ടും റീസൈക്കിൾ ചെയ്ത് ആ ഇതിൽ കൂടെ തന്നെ ഫുള്ളായി റീസൈക്കിൾ ചെയ്ത് ചാടും. കള്ളന്മാരൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടി ഉള്ള സെറ്റപ്പ് നമുക്ക് എനിക്കൊക്കെ ചെയ്യാം. കള്ളന്മാർ ആ ഡോറിൻ്റെ അവിടെ പേരിന് നിഹാല്. വാട്ടർ സൈക്കിൾ ഓഷ്യൻസിൽ നിന്നൊക്കെ വെള്ളം ഉണ്ടാവില്ല. അപ്പം അത് ഗ്യാസായിട്ട് മുകളിലേക്ക് പോകും. അതിൻ്റെ ഒപ്പം ഈ ട്രീസിലൊക്കെയുള്ള വെള്ളം അതിൻ്റെ ഒപ്പം ക്ലൗഡ്സിലേക്ക് പൊങ്ങി പോകുന്നു. അപ്പം രണ്ടിൽ നിന്നുള്ള വെള്ളം ക്ലൗഡ്സിലേക്ക് വന്നിട്ട് ക്ലൗഡ്സ് കണ്ടൻസേഷൻ വഴി കാർമേഘമായിട്ട് പിന്നെയും ഓഷ്യൻസിലേക്ക് തന്നെ വീഴും. അപ്പം അങ്ങനെ റിപ്പീറ്റഡ് സൈക്കിൾ അടിച്ച പോലെ റിപ്പീറ്റ് ആയിട്ട്
15, 20, 18 അങ്ങനെ എല്ലാ വർക്ക് മോഡലായിട്ട് റോമൻ നമ്പേഴ്സ് കാണാം. ഇത് 20ൻ്റെ, ഇത് 90, 80, 70, 60. 5. ഇത് വർക്ക് മോഡൽ അല്ലാത്ത റോമൻ നമ്പേഴ്സ്. ഇത് 1 + 1 is 2, 2 + 1 is 3, 3 + 1 is 4, 4 + 1 is 5 അങ്ങനെ പോകും. +1 is 10, 8 + 2 is 10, 7 + 3 is 10, 6 + 4 is 10, 5 + 5 is 10. -1, 3 - 2, 1, 4 - 3, 1, 5 - 4, 1, 6 - 5. -10 - 1, 9, 10 - 2, 2, 10 - 3, 7, 10 - 4, 6, 5. 3, 6, 7 = 9. ഇത് അഡീഷൻ സബ്ട്രാക്ഷൻ ചെയ്യാനുള്ള ഇല്ല. ഇത് അഡീഷൻ സബ്ട്രാക്ഷൻ ചെയ്യാനുള്ള ഇല്ല. ആണോ? Multiplication 8 × 11 88, 8 × 12 96, 8 × 1 8, 8 × 2 16. അതുപോലെ തന്നെ 7 × 1 1 × 7 7, 2 × 7 14, 3 × 7 21, 4 × 7 28, 5 × 7 35, 6 × 7 42. പ്രോപ്പർ ഇംപ്രോപ്പർ മിക്സഡ്. പ്രോപ്പർ എന്ന് വെച്ചാൽ ഡിനോമിനേറ്റർ ഗ്രേറ്റർ ദാൻ ന്യൂമറേറ്റർ. ഇംപ്രോപ്പർ എന്ന് വെച്ചാൽ ന്യൂമറേറ്റർ ഗ്രേറ്റർ ദാൻ ഡിനോമിനേറ്റർ. മിക്സഡ് എന്ന് വെച്ചാൽ കോഷ്യൻ്റ് റിമൈൻഡർ കൂടി ചേർന്നാണ് മിക്സഡ് ഫ്രാക്ഷൻ ആവുന്നത്. എൻ്റെ പേരെന്താ? സ്ക്വയറിൻ്റെ മെഷീനാണ്. 5ൻ്റെ സ്ക്വയർ 25, 6ൻ്റെ സ്ക്വയർ 36, അങ്ങനെ 2 പ്രാവശ്യം 24. എൻ്റെ പേരെന്താ? പ്രജന. മോളിലേക്കിതാണോ? മാജിക് സ്ക്വയർ ഫസ്റ്റ് റോ മോഡൽ. ഇത് ഗെയിം എന്നൊക്കെ പറഞ്ഞ് 10 രൂപയാ. എന്താ ചെയ്യണ്ടേ? ഈ പേപ്പർ ഒടിച്ച് വലിക്കണം. ആ, കളയാണ്ട് പേപ്പർ മറ്റേ ഗ്ലാസ് കളയാണ്ട് ഒടിച്ച് വലിച്ചിട്ട് ഈ ഗ്ലാസിൻ്റെ ഗ്ലാസ് പിരമിഡ്. ഇതെന്താ മോളെ? ഇത് ഗ്ലാസ് പിരമിഡ്. നമ്മൾ പിരമിഡ് ഉണ്ടാക്കിയിട്ട് ഇതേപോലെ തന്നെ ഇറക്കി വെക്കണം. 2 മിനിറ്റ് സമയം. അപ്പോൾ അത് എവിടെ ഇരിക്കുന്നത്? ഗ്ലാസ്സൊക്കെ ഇരിക്കണേ? ഗ്ലാസ് ഇവിടെ വെക്കണം. ഓ ഇല്ല. 10 എണ്ണം വെച്ചിട്ട് ഇങ്ങനെ ഓതി പിടിച്ച് അടിക്കണം. ഇത് കുളിക്കാനല്ലേ? എവിടെ നിന്നിട്ട്? അത് കറക്റ്റ് സെൻറ്ററിൽ പോലെ ആണോ? ഇവിടെ നിന്നിട്ട് കൊള്ളിക്കണം. എന്താടാ? മുട്ടിക്കാണ്ടത് ഇങ്ങനെ മുട്ടിയാകുമ്പോൾ സൗണ്ട് ഇതിങ്ങനെ മുട്ടിക്കാണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കൊണ്ടുവരണം. മുട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഔട്ടോ. സെയിം ഇത് തന്നെയാണോ? ഇത് ഫസ്റ്റ് സെക്കൻഡ് ലെവൽ. സെക്കൻഡ് ലെവൽ.
അപ്പോൾ ഈ എക്സിബിഷൻ്റെയും അതുപോലെ ഈ ഫുഡ് ഫെസ്റ്റിൻ്റെയും ഒരു ഉദ്ദേശം തന്നെ ഒരു ചാരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അതായത് ഈ പരിസര പ്രദേശങ്ങളിലുള്ള നിർധരരായ ആളുകളെ സഹായിക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഈ ഒരു പ്രോഗ്രാമിനുണ്ട് കേട്ടോ. ഇത് എന്തായാലും ഇത് നല്ല രീതിയിൽ തന്നെ വിജയിച്ചിട്ടുണ്ട്. കാരണം നമുക്കവിടെ വന്നിട്ടുള്ള ആളുകളുടെ തിരക്കും ഒക്കെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇവർ എക്സ്പെക്റ്റ് ചെയ്യണേക്കാളും കൂടുതൽ ആളുകൾ വന്നിട്ടും ഒക്കെ ഉണ്ട് കേട്ടോ. ഈ വീഡിയോ എടുത്തു വന്നപ്പോഴാണ് മനസ്സിലായത് ഇതിനകത്ത് കുറച്ച് ബ്രൈറ്റ്നെസ് കൂടിയിട്ടുണ്ടായിരുന്നത് ചില വീഡിയോസിന് മാത്രം. അതെന്താ അങ്ങനെ പറ്റിയെന്നുള്ളത് നമ്മൾ ചിലപ്പോൾ ഒരു ഹറിബറി കാരണമുണ്ടായിരിക്കാം, എന്തോ അങ്ങനെ കുറച്ച് വീഡിയോസിന് ബ്രൈറ്റ്നെസ് കൂടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്തപ്പോഴാണ് കേട്ടോ ഈ ഒരു ബ്രൈറ്റ്നെസ് കുറച്ച് കൂടി കിടക്കുന്ന കാര്യം അറിഞ്ഞത് തന്നെ. ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നത്. പിന്നെ ഇത് കണ്ടില്ലേ, ഈ പഴയകാല സംഭവങ്ങളൊക്കെ അതൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയാൻ പോലും ഉണ്ടാവില്ല. ഇപ്പോൾ ഈ നെല്ല് കുത്തുന്ന സമയത്തുള്ള ഒരു കൊട്ട കാര്യങ്ങൾ പോലും കുട്ടികൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവില്ല. പിന്നെ കാരണം ഇവിടെ ഒന്നും ഇപ്പം അങ്ങനെ നെല്ല് കുത്തലും അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ പിന്നെ ഇതൊന്നും ഇവർക്ക് അത്രയ്ക്കൊരു അറിവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവണമെന്നില്ല. ഇപ്പം എൻ്റെയൊക്കെ സമയത്ത് ഇവിടെയൊക്കെ ഇഷ്ടംപോലെ നെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ റബ്ബറും ഒക്കെ ആയപ്പോൾ പിന്നെ അതൊന്നും ഇപ്പോഴത്തെ എൻ്റെ മക്കൾക്കൊന്നും അറിയാൻ പാടില്ലായിരുന്നു കേട്ടോ. ഇത് തെങ്ങ് എന്തൊക്കെ സംഭവങ്ങളാണെന്നും ഒന്നും. ഇവരിതൊക്കെ കണ്ടു തന്നെയാണ് ഇവരൊക്കെ മനസ്സിലാക്കണം കേട്ടോ. അതുപോലെ ഏറ്റവും ഇതായിട്ടുള്ളത് നമ്മുടെ മണ്ണെണ്ണ വിളക്കൊക്കെ ഇല്ലേ, അതൊന്നും ഈ പിള്ളേർ കണ്ടിട്ട് പോലും ഇല്ല. ഈ മണ്ണെണ്ണ വിളക്ക് എന്നതാണ് അങ്ങനെയൊന്നും ഇവർക്ക് അറിയാൻ പാടില്ലായിരുന്നു. അപ്പോൾ കുറേ കാര്യങ്ങൾ ഇവിടെ അറിയാനും പറ്റിട്ടോ ഇതുവഴി. അപ്പോൾ നമ്മളെപ്പോഴും മുന്നോട്ടാണ് നോക്കണത്, ഫ്യൂച്ചറാണ് നോക്കണത്. പക്ഷെ എന്നാൽ പോലും നമ്മൾ പഴയ കാര്യങ്ങളും കൂടെ അറിഞ്ഞിരിക്കണമല്ലോ. പിന്നെ ഈ വെച്ച് പിടിപ്പിക്കുന്നത് ചിറ്റാമൃതാണ് കേട്ടോ. ചിറ്റാമൃതമാണ് ഈ ഒരു ടൈപ്പ് ഇലക്ട്രോൺ ചെയ്യുന്നത്. കാണുമ്പോൾ നമ്മുടെ വെറ്റിലവിലേക്ക് ഉണ്ട്. ഇത് ഡെങ്കിപ്പനിക്ക് അതുപോലെ സ്വൈൻ ഫ്ലൂ, മലേറിയ പോലെയുള്ള അസുഖങ്ങൾക്കൊക്കെ മരുന്നായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ ഈ ഒരു ചിറ്റാമൃതം എന്ന് പറയുന്നത്. ഈ കുട്ടികൾക്ക് ഈ ചെടികളുടെയും ഒക്കെ പേരറിയാം കേട്ടോ. എല്ലാം കറക്റ്റായിട്ട് എല്ലാം പറഞ്ഞും ഒക്കെ തന്നെ ഉണ്ട് കേട്ടോ. ചിലവരൊക്കെ പക്ഷേ ചുമ്മാ അങ്ങോട്ട് നോക്കി പോകണുള്ളൂ. പക്ഷേ കുറേ ആളുകളൊക്കെ ഇങ്ങനെ ചോദിച്ചും ഒക്കെ എല്ലാം എന്താണ് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ച് തന്നെ അറിഞ്ഞും ഒക്കെ പോകണ്ട കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവരോട് അങ്ങനെ ചോദിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഇവർക്കൊരു സന്തോഷവും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് കേട്ടോ. നമ്മളത് ചുമ്മാ നോക്കിയെന്ന് ചുമ്മാ നമ്മൾ പാരൻസ് ഇനിയിപ്പോൾ ഇവിടെ നിന്നല്ല എവിടെ പോയാലും നമ്മളൊരു പാരൻസായിട്ട് നമ്മളൊരു എക്സിബിഷന് പോയി കഴിയുമ്പോൾ അവരോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുമ്പോഴല്ലേ അവരാ എടുത്തു വെച്ചേക്കണത്. പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾക്ക് അവർക്കൊരു ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ അതൊക്കെ പറയാനും ഒക്കെ.
പിന്നെന്താണ്, പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ ഈ ഫ്ലാഷ് മോബും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ താഴെ ഫുഡ് ഫെസ്റ്റൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ആദ്യമേ തന്നെ ഈ ഒരു എക്സിബിഷൻ കണ്ടിട്ട് താഴത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. എക്സിബിഷന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്തിരിക്കുന്നത് ഒരു 3ാം ക്ലാസ് തൊട്ട് 10th വരെയുള്ള പിള്ളേരൊക്കെയാണ് കേട്ടോ. ചെറിയ ക്ലാസ്സിൽ ഇപ്പോൾ അയിമക്കൂട്ടനൊക്കെ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചുങ്ങളൊക്കെ അത് ഇതുപോലത്തെ വിത്തുകളൊക്കെ ആട്ടോ കൊണ്ടുപോയി കൊടുത്തത്. അപ്പം അയിമു വീട്ടിൽ നിന്ന് വിത്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, അല്ലാതെ വേറൊന്നും ഉണ്ടാക്കി കൊണ്ടുപോയിട്ടൊന്നും ഉണ്ടായില്ല. ഇത് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചെങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ആ ബട്ടർഫ്ലൈയുടെയൊക്കെ നടുക്ക് നിന്നൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കാം. അതുപോലെ ഈ സൂര്യനെയൊക്കെ ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കും പോലെയും ഒക്കെ ഫോട്ടോസൊക്കെ എടുക്കില്ലേ, അങ്ങനെയൊക്കെ. അപ്പോൾ ഞങ്ങളിവിടെ നിന്നിട്ട് ഫോട്ടോസ് എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ആ ഫോട്ടോസൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഇവിടെ കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് അത്ര പരിചയമില്ലാത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പേഴ്സിമൻ എന്ന് പറഞ്ഞൊരു ഫ്രൂട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് മാത്രമാണ് നമുക്കത്ര പരിചയമില്ലാത്തൊരു ഫ്രൂട്ടുള്ളൂ കേട്ടോ.
അപ്പോൾ എക്സിബിഷനും അതുപോലെ ഗെയിം സോണൊക്കെ കഴിഞ്ഞ് നമ്മൾ താഴത്തോട്ട് ഇറങ്ങി പോകുന്നു കേട്ടോ. അപ്പോൾ താഴത്താണ് ഫുഡ് ഫെസ്റ്റ് നടക്കുന്നത്. അതുപോലെ തന്നെ ഫ്ലാഷ് മോബൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഫ്ലാഷ് മോബിൻ്റെ സോങ് നമുക്ക് ഇതിനകത്ത് നമ്മുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തൽ കുറച്ചൊരു പ്രശ്നമാണ്. കാരണം കോപ്പിറൈറ്റ് ക്ലെയിമൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, ഒരു കുറച്ച് സമയത്തേക്ക് ഞാൻ ആ സോങ് ഒന്ന് ഇതിനകത്ത് ഉൾപ്പെടുത്തണുള്ളൂ കേട്ടോ. ഫുള്ളായിട്ടൊക്കെ സോങ് ഒന്നും ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ ഫ്ലാഷ് മോബൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. കുട്ടികളൊക്കെ നല്ല ഒരു എന്താ പറയുക, വേറെ ഒരു എനർജി ലെവലാണ് കേട്ടോ. നല്ല ആ ഒരു എനർജി ലെവൽ അവർ കീപ്പ് ചെയ്ത് തന്നെ പോയിട്ടോ. നല്ല രസമായിരുന്നു. പിന്നെ അത് കൂടാതെ തന്നെ കുതിര സവാരിയും അതിൽ മറ്റേ ഒട്ടകത്തിൻ്റെ സവാരിയും ഒക്കെ ഉണ്ട് കേട്ടോ. അതിൽ ഒട്ടകത്തിനെയൊക്കെ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് അണിയിച്ചൊരുക്കിയൊക്കെയാണ് കേട്ടോ നിർത്തിയിരിക്കുന്നത്. ഫെസ്റ്റിൻ്റെ എവിടെയാണെങ്കിലും ആ ഓല കൊണ്ട് കുട്ടികൾ ഈ ഒരു തട്ടുകട ആ ഒരു സ്റ്റൈലിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കില്ലേ, അതുപോലെയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണതും ഒക്കെ ഒരു പ്രത്യേക ഒരു നല്ല രസമാണിത്. നല്ലൊരു വൈബാണ് ഇവിടെ. ഫുഡ് ഫെസ്റ്റിൻ്റെ അവിടെ പല ടൈപ്പിലുള്ള റൈസ്, അതുപോലെ നോർത്ത് ഇന്ത്യൻ ഡിഷസ് ആയിട്ടുള്ള അത്, പിന്നെ അതുപോലെ തമിഴ്നാട് വിഭവങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള ഡിഷസ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആ ടൈമിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. തന്നെ ഞാൻ അധികം വീഡിയോസൊന്നും എടുക്കാണ്ടിരുന്നു കേട്ടോ അവിടത്തേന്ന്. പിന്നെ നമ്മുടെ സ്കൂളിൽ നിന്ന് അയച്ചു തന്ന ഒരു വീഡിയോയും കൂടെ ഇതിൻ്റെ ലാസ്റ്റായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നും ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഉഷാർ വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ആയിഷാസ് ക്രിയേഷൻ.